ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വീക്ക് ഹീറോ ക്ലാസ് 2 എന്ന സീരീസിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ്. വീക്ക് ഹീറോ ക്ലാസ് 1ൻ്റെ എപ്പിസോഡ്സ് ഞാൻ ഓൾറെഡി എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഫസ്റ്റ് പോയി ഒന്ന് കാണുക. എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് കടക്കാം. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സിയൂണിനെയാണ്. അവനിപ്പോൾ മഴയത്ത് ഓടിപ്പോകുന്ന സമയത്ത് അവൻ സ്വയം പറയുന്നുണ്ട്, എന്തൊക്കെയായാലും ഞാൻ അവരെ പിടിച്ചേ പറ്റത്തുള്ളൂ. കാരണം അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് അവർക്ക് തന്നെ ഒരു നിശ്ചയം ഇല്ലാതെയാണെങ്കിൽ അവരെ ഞാൻ ഉറപ്പായിട്ടും ചെന്ന് തടങ്ങിയേ തീരൂ എന്ന് പറയുന്നുണ്ട്. അവനങ്ങനെ ഓടി ഒരു ഫൈറ്റൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. അവിടെ നിന്ന് പിന്നീട് സീൻ കട്ടായിട്ട് കാണിക്കുന്നത് സിയൂണാണെങ്കിൽ ഒരു ബോക്സിംഗ് റിങ്ങിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇരുട്ടത്ത്. ആ ടൈമിന് അവൻ്റെ ലൈഫിൽ സംഭവിച്ച, അതായത് സിയോക്കും സുഹോയും അവൻ്റെ ലൈഫിലേക്ക് വന്ന ശേഷം നടന്ന കാര്യങ്ങളും എല്ലാം തന്നെ അവസാനം സുഹോ കോമയിലാവുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം ഇവ ഇങ്ങനെ ആലോചിക്കുകയാണ്. അതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ അവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട്. ഈ ഒരു ബോക്സിംഗ് റിങ്ങിൽ ഇരിക്കുന്നതും ഈ കാര്യങ്ങൾ ആലോചിക്കുന്നതും അത് അവൻ്റെ സ്വപ്നത്തിൽ വന്നൊരിതായിരുന്നു. അവനാണെങ്കിൽ കുറച്ച് കാലമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. കുറച്ച് കാലം എന്ന് പറയാൻ പറ്റില്ല. സുഹോ എപ്പോൾ കോമയിലായോ അപ്പം തൊട്ട് സിയൂൺ ഇങ്ങനെയാണ്. അവന് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ്റെ അമ്മ പറഞ്ഞിട്ട് അവനൊരു ഡോക്ടറിനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അവന് വീണ്ടും ഇങ്ങനെ സ്വപ്നം വന്നതുകൊണ്ട് തന്നെ അവൻ പിറ്റേ ദിവസം ഈ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ മീറ്റ് ചെയ്യുന്ന സമയം ഈ ഡോക്ടർ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിനക്ക് എപ്പോഴും സ്വപ്നം വരുന്നുണ്ടെന്ന് നീ എൻ്റെ അടുത്ത് പറയാറുണ്ട്, എന്നാൽ എന്താണ് ആ സ്വപ്നമെന്ന് നീ ഒരിക്കൽ പോലും എനിക്ക് പറഞ്ഞു തന്നിട്ടില്ല എന്ന്. ആ സമയം സിയൂണ് അതിന് മറുപടിയൊന്നും പറയുന്നില്ല. എന്നിട്ട് ഡോക്ടർ, ഞാൻ തന്ന ഗുളിക കഴിച്ചിട്ട് നിനക്ക് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് സിയൂൺ പറ്റുന്നുണ്ടെന്ന് പറയാണ്. എന്നാൽ ഡോക്ടറിന് അവൻ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായിട്ട്, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തായാലും നിൻ്റെ അമ്മയുടെ അടുത്ത് ഞാനത് പറയുന്നില്ല, ആ ഒരു മരുന്ന് വർക്കാവുന്നുണ്ടെന്നേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സിയൂണാണെങ്കിൽ എനിക്ക് പോകാനുള്ള സമയമായെന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നുണ്ട്. സിയൂണിപ്പോൾ പുതിയ സ്കൂളിലേക്ക് ട്രാൻസ്ഫറായി വന്നതുകൊണ്ട് തന്നെ അവനിപ്പോൾ അവൻ്റെ അച്ഛൻ്റെ കൂടെ അല്ല അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത്. അതിനുശേഷം കാണിക്കുന്നത് സിയൂൺ അവൻ്റെ സ്കൂളിലേക്ക് ചെല്ലുന്നതാണ്. ആ ഒരു പുതിയ സ്കൂളിൽ ഒരു പിള്ളേരും തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കാനോ മിണ്ടാനോ അടിയുണ്ടാക്കാനോ പോലും പോകത്തില്ല. ആ സ്കൂളിലെന്ന് പറയുമ്പോൾ പയ്യന്മാർ റാഗിങ്, അടി ഇതൊക്കെ തന്നെയാണുള്ളത്. പക്ഷേ സിയൂണിൻ്റെ അടുത്തേക്ക് മാത്രം ഒരൊറ്റ പയ്യൻ പോലും പോകത്തില്ല. സിയൂണിനെ കണ്ടാൽ തന്നെ ഇവന്മാർ വഴി മാറി നടക്കുകയും ചെയ്യും. കാരണം അവർ വിചാരിച്ചിരിക്കുന്നത് സിയൂണാണെങ്കിൽ ഇവിടെ സ്കൂൾ മാറി വന്നേക്കുന്നത് ഒരു പയ്യനെ കൊന്നിട്ടാണ്, സിയൂണാണെങ്കിൽ ഒരു സൈക്കോ ആണെന്നൊക്കെയാണ്. കാരണം സിയൂണിൻ്റെ പഴയ സ്കൂളിൽ ആ ഒരു സ്കൂൾ മാറുന്നതിന് മുമ്പുള്ള അവസാന നിമിഷം ഓയോങ്ങിനെയും സിയോക്കിനെയും ഒക്കെ അവൻ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ ന്യൂസൊക്കെ സ്പ്രെഡായി വരുമ്പോൾ ന്യൂസ് മാറി വഴിതിരിഞ്ഞ് വളച്ചും തിരിച്ചൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് അത് എത്തിയപ്പോൾ എല്ലാവരും കേൾക്കുന്നത് അവൻ ആരെയും കൊന്നിട്ടൊക്കെയാണ് വന്നതെന്നാണ്. അതുകൊണ്ട് തന്നെ ആരും ഇവനോട് പ്രശ്നത്തിന് പോലും പോകാറില്ല. ഇവ സിയൂണിനെ കാണിക്കുമ്പോൾ അവനതൊന്നും മൈൻഡ് ചെയ്യാറുമില്ല. അവനങ്ങനെ നേരെ ക്ലാസ്സിൽ വന്നിട്ട് മുമ്പത്തെ പോലെ ഇപ്പോൾ പഠിത്തമൊന്നുമില്ല, അവന് പഠിക്കാനൊരിതില്ല. അതുകൊണ്ട് തന്നെ അവൻ വന്നിട്ട് ഉറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയമാണ് ആ ക്ലാസ്സിൽ പഠിക്കുന്നൊരു പയ്യൻ, ആളുടെ പേര് ജുൻ എന്നാണ്. ജുന്നിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് അറിയാണ്ട് വന്ന് സിയൂണും തട്ടുന്നുണ്ട്. ഇത് കാണുമ്പോൾ ബാക്കി പയ്യന്മാർ സിയൂൺ മിക്കവാറും ഇവൻ്റെ അടുത്ത് ഇപ്പോൾ തീരുമാനമാക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. കാരണം ആ പയ്യന്മാരുടെ വിചാരം സിയൂണൊരു സൈക്കോ ആണെന്നാണ്. എന്നാൽ സിയൂണാണെങ്കിൽ ജുന്നിൻ്റെ ഒന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് അവനൊന്ന് നോക്കുന്നേ ഉള്ളൂ. ആ സമയം ജുന്നാണെങ്കിൽ സോറി, സത്യമായിട്ട് ഞാൻ കണ്ടില്ലായിരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. സിയൂണും കാര്യമാക്കുന്നില്ല. അവൻ വീണ്ടും ഉറങ്ങാനായിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇതേസമയം ജുന്നിനെ കാണിക്കുവാണെങ്കിൽ അവനവൻ്റെ ബാഗിൽ ഇഷ്ടംപോലെ ജ്യൂസും ഡ്രിങ്ക്സും മിൽക്ക് ഷേക്കും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊന്നും അവനല്ല, മറ്റ് ക്ലാസ്സിലുള്ള കുറേ പയ്യന്മാർക്ക് കൊടുക്കാനാണ്. ജുനിനെ പറ്റി പറയുകയാണെങ്കിൽ അവിടെയുള്ള പയ്യന്മാരെല്ലാവരും ഇവനെ റാഗ് ചെയ്ത് വെച്ചേക്കാണ്. കാരണം ഇവൻ അത്രയ്ക്ക് പഞ്ചപാവമാണ്. അതുകൊണ്ട് തന്നെ ആ പയ്യന്മാരൊക്കെ ഇവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ദിവസവും ഇന്ന സമയം എനിക്ക് ഈ ഒരു ഡ്രിങ്ക്സ് നീ ഡെയിലി കൊണ്ട് തരണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ പാലൊക്കെ ഡെയിലി വീട്ടിൽ സപ്ലൈ ചെയ്യുമല്ലോ, അതേപോലത്തെ ഒരു ജോലി ഇവൻ എന്നും രാവിലെ ചെയ്യാനുണ്ട്. ടൈമിന് എല്ലാ ക്ലാസ്സിലും ചെന്നിട്ട് ആരൊക്കെയാണോ ഇവനെ വർക്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അവരുടെ എല്ലാവരുടെയും ബെഞ്ചിൽ അവർ പറഞ്ഞ അതേ ജ്യൂസ് അവർക്ക് വേണ്ടിയിട്ട് കുടിക്കാനായിട്ട് വെച്ചേക്കണം. അവനങ്ങനെ ഓരോരുത്തർക്ക് കൊടുത്ത് വരുമ്പോഴത്തേക്കും അതിൽ ഒരു പയ്യനാണെങ്കിൽ അവിടെ ക്ലാസ്സിലുണ്ടായിരുന്നു, അവൻ്റെ തന്നെ ജുന്ന് ഇത് നേരിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജുന്ന് പോകാനായി തുടങ്ങുമ്പോൾ ആ പയ്യനാണെങ്കിൽ, നീയൊന്നും അവിടെ നിന്നെ, നിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഈ ഒരാഴ്ച മുതൽ എനിക്ക് സ്ട്രോബെറി മിൽക്ക് ഷേക്ക് മതി, ഇത് വേണ്ടാന്ന്. അത് കേൾക്കുമ്പോഴത്തേക്കും ജുന്ന് ഒരു സെക്കൻഡ് പേടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ബാഗിൽ നിന്ന് ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് എടുത്തിട്ട് അവന് നേരത്തെ കൊടുത്ത ആ ഒരു ഡ്രിങ്ക്സ് മാറ്റിയിട്ട് ആ പയ്യൻ്റെ ഇത് കൊടുത്തിട്ട്, സോറി ഞാൻ മറന്നുപോയതാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ആ പയ്യൻ ഓക്കെ ഇത്തവണത്തേക്ക് ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് ജുന്നിനൊന്ന് ഹഗ് ചെയ്യുന്നുണ്ട്. ജുന്നിന് സത്യം പറഞ്ഞാൽ ഇവന്മാരൊക്കെ പേടിയായതുകൊണ്ട് അവനിങ്ങനെ ചെയ്യുന്നതാ. എന്നിട്ട് ജുന്ന് ഉടനെ തന്നെ താമസിക്കും എന്നുള്ളതുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് ഓടിപ്പോകുന്നുണ്ട് ഇതൊക്കെ കൊടുക്കാനായിട്ട്. എല്ലാം കൊടുത്തു കഴിയുമ്പോൾ അവൻ തിരിച്ചൊന്ന് ക്ലാസ്സിലേക്ക് ഇരിക്കുന്നുണ്ട്. അവനാണ് അവരുടെ ക്ലാസ്സിലെ
ലീഡർ. അവനങ്ങനെ വന്നിട്ട് അവൻ്റെ ടാബ് എടുത്ത് നോക്കുമ്പോൾ ഫോൺ കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ടേബിൾ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ ഏതൊക്കെ പിള്ളേരുടെ ഫോണാണ് അവൻ കളക്ട് ചെയ്തത്, ആരുടെയൊക്കെയാണ് ഇത് കളക്ട് ചെയ്യാനുള്ളത് എന്നുള്ള സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത്. അതിൽ സിയൂണിൻ്റെ ഫോൺ എടുക്കാൻ പാടില്ല എന്ന് അവൻ തന്നെ എഴുതി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നീട് ഇൻ്റർവെൽ ആവുന്ന സമയത്ത് ഇവൻ ചെന്നിട്ട് സിയൂണിൻ്റെ അടുത്ത് നിൻ്റെ ഫോൺ ഏത് മോഡലാ എന്നൊന്ന് പറഞ്ഞു തരാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സിയൂണപ്പോൾ അതിപ്പം ഇറങ്ങിയിട്ട് നിനക്ക് എന്തിനാന്ന് ചോദിക്കുമ്പോൾ ജുന്നാണെങ്കിൽ ഇല്ല വെറുതെ ഞാൻ ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നാൽ സിയൂണാണെങ്കിൽ അവൻ്റെ ഫോണിൻ്റെ മോഡൽ ഏതാണെന്നൊന്നും പറഞ്ഞു കൊടുക്കാൻ നിൽക്കുന്നില്ല, അവിടെ നിന്ന് പോവുകയാണ് നടന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഹ്യോമാനെയാണ്. ഹ്യോമാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ കാണും, നമ്മുടെ സീസൺ 1 എൻഡിങ്ങിൽ സിയൂൺ സ്കൂൾ മാറി വന്നപ്പോഴത്തേക്കും അവൻ്റെ അടുത്ത് വഴക്കിടാനും റാഗ് ചെയ്യാനുമായിട്ട് പോയിട്ടുണ്ടായിരുന്ന ആ ഒരു പയ്യനാണ്. ഹ്യോമാനെ പറ്റി പറയുകയാണെ ആളുടെ വിചാരം അവനാണെങ്കിൽ ആ സ്കൂളിൻ്റെ ലീഡർ എന്നാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര വലിയ കാര്യത്തിലൊക്കെയാണ് നടക്കുന്നത്. അവൻ്റെ വാല് പോലെ നടക്കുന്ന കുറേ പയ്യന്മാരുണ്ട്, ഇവനെ പേടിച്ചടക്കുന്ന ഇഷ്ടംപോലെ പയ്യന്മാരുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പയ്യനായിരുന്നു ജുന്ന്. ജുന്നാണെങ്കിൽ ഈ ഫോൺ കളക്ട് ചെയ്യുന്നത് തന്നെ ഇവൻ പറഞ്ഞിട്ടാണ്. സംഭവം എന്ന് പറഞ്ഞാൽ മോഷണം തന്നെയാണ്. ഈ പിള്ളേരുടെ ഫോണെല്ലാം കൊണ്ടുവന്ന് ജുന്നാണെങ്കിൽ പേടിച്ചിട്ട് ഇവൻ്റെ കൊടുക്കും. ഇവൻ ആ ഫോൺ പിന്നെ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയത്തില്ല. ആ ഫോൺ ആ പിള്ളേർക്ക് പിന്നെ തിരിച്ച് കിട്ടത്തുമില്ല. അതങ്ങനെ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ജുന്ന് ഇന്ന് അവനെ പേടിച്ചിട്ട് കുറേ പിള്ളേരുടെ ഫോൺ എങ്ങനെയൊക്കെയോ എടുത്തുകൊണ്ട് പോയി കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ഹ്യോമൻ പറയുന്നുണ്ട്, വന്ന് ഫോണിൻ്റെ എണ്ണമൊക്കെ കുറയുന്നുണ്ടല്ലോ, ഇത്രയൊന്നും പോരാ, നന്നായിട്ട് ചെയ്യണം. എന്തായാലും നീയാണെങ്കിൽ ആ ഒരു ടാബിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോൺ കളക്ഷൻ്റെ ആ ഒരു ടേബിളിൽ എടുത്ത് കാണിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എടുത്ത് കാണിക്കുമ്പോഴത്തേക്കും അതിൽ സിയൂണിൻ്റെ ഫോൺ മാത്രം എടുക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ എഴുതി വെച്ചേക്കണം കാണുന്നുണ്ട്. അതെന്താ അവൻ്റെ ഫോൺ എടുക്കാൻ പാടില്ലാത്തത് എന്നിങ്ങനെ ഹ്യോമാൻ ചോദിക്കുമ്പോൾ ജുന്നാണെങ്കിൽ അത് പിന്നെ സിയൂണ് ഫസ്റ്റ് ഈ സ്കൂളിലോട്ട് വന്നപ്പോൾ നീയും സിയൂണും തമ്മിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായില്ലേ, ആ സമയം ടീച്ചർ വന്നുകൊണ്ട് നിങ്ങൾ തമ്മിൽ ആ ഫൈറ്റ് കണ്ടിന്യൂ ആയില്ല. എന്നാൽ പിന്നീട് നീ പറഞ്ഞില്ലേ സിയൂണിൻ്റെ കാര്യം നീ നോക്കിക്കോളാന്ന്, അതുകൊണ്ട് നീ സിയൂണിൻ്റെ ഇതുവരെയായിട്ടൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാനും പിന്നെ അങ്ങോട്ടേക്ക് ഇടപെടാൻ പോയില്ല, നിനക്ക് മുന്നേ ഞാനൊന്നും കയറി ചെയ്യണ്ടെന്ന് ഇങ്ങനെ വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ തപ്പി ഓരോന്ന് പറയുന്നുണ്ട്. ആ സമയം ഹ്യോമൻ നീ എന്താ ഉദ്ദേശിക്കുന്നത്, എനിക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്നാണോ, അതാണോ നീ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ ജുന്നിനെ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. എന്നിട്ട് മര്യാദയ്ക്ക് എനിക്ക് സിയൂണിൻ്റെ ഫോണും കൊണ്ടുവന്നോണം ഇല്ലെങ്കിൽ കൊന്നു കളയെന്ന് പറഞ്ഞിട്ട് അവനെ പേടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജുന്നാണെങ്കിൽ നേരെ സ്റ്റാഫ് റൂമിലോട്ടാണ് പോകുന്നത്. എല്ലാ സ്റ്റുഡൻസിൻ്റെയും, അതായത് എല്ലാ ക്ലാസ്സിലെയും എല്ലാ സ്റ്റുഡൻസിൻ്റെയും മൊബൈൽ ഫോൺസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് ലീഡർ കളക്ട് ചെയ്ത് അവരുടെ ടീച്ചറിനെ കൊണ്ട് കൊടുത്തേക്കും. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോൾ എല്ലാവരുടെയും ഫോൺ വന്നിട്ട് തിരിച്ച് വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്യും. അതും എല്ലാവരുടെയും ഫോൺ ഇരിക്കുന്നത് ഓരോരോ അറകളിലാണ്, ഒരു ബോക്സിൻ്റെ അകത്ത്. അതിൽ അവരുടെ പേരും കാണും, അതുകൊണ്ട് തന്നെ ഫോൺ മാറിപ്പോകത്തില്ല. ഇതിപ്പോൾ ജുന്ന് നേരെ വന്നിട്ട് ടീച്ചറിൻ്റെ അടുത്ത് ടീച്ചർ ക്ലാസ് കഴിയാറായില്ല, ഇങ്ങനെ എല്ലാവരുടെയും ഫോൺ എടുത്തോട്ടെ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അവൻ ലീഡർ ആയതുകൊണ്ട് തന്നെ ആ ഫോണെല്ലാം തന്നെ എടുത്തുകൊണ്ട് അവൻ പോകുന്ന ടൈമിന് സിയൂണിൻ്റെ ഫോൺ ഹ്യോമാന് കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അവൻ സിയൂണിൻ്റെ ഫോൺ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവരുടെ ഫോണെല്ലാം തന്നെ ആ ഒരു ക്ലാസ്സിലേക്ക് കൊണ്ടുവച്ചിട്ട് നിങ്ങളെല്ലാവരും ഫോൺ എടുത്തോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ സ്റ്റുഡൻസും വന്ന് ഫോൺ എടുക്കുന്നുണ്ട്. ലാസ്റ്റാണ് സിയൂൺ അവൻ്റെ ഫോൺ എടുക്കാൻ വരുന്നത്. ആ സമയം താനൊന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ പോകാനായിട്ട് ജുന്ന് നിൽക്കുന്നുണ്ട്. ആ സമയം സിയൂൺ നോക്കുമ്പോൾ അവൻ്റെ ഫോൺ ആ ബാഗിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഫോൺ നീ കണ്ടോ എന്നിങ്ങനെ ജുന്നിനോട് ചോദിക്കുമ്പോൾ ഇല്ല എന്തോ അവിടെ ഇല്ലേന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. സിയൂൺ അപ്പോൾ ഇല്ലയെന്ന് പറയുമ്പോൾ ജുന്നും വന്ന് ഇന്ന് അയ്യോ അതെവിടെ പോകാനാ, ഇവിടെ തന്നെ ഉണ്ടാവേണ്ടതാണല്ലോ, വേറെ ആരും എടുക്കാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ജുന്നിൻ്റെ സംസാരത്തിൽ നിന്ന് അവൻ കള്ളമാണ് പറയുന്നതെന്ന് സിയൂണിന് ഒരുവിധം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിയൂണാണെങ്കിൽ വേറൊന്നും പറയുന്നില്ല, അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. അങ്ങനെ സിയൂൺ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും ഇവനും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ട് ഹ്യോമാനുള്ള ആ ഒരു ക്ലാസ്സിലേക്ക് പോകുന്നുണ്ട്. ഹ്യോമാൻ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഹ്യോമാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ ഇത് സിയൂണിൻ്റെ ഫോണാണെന്ന് പറഞ്ഞിട്ട് ഏൽപ്പിച്ചിട്ട് അവൻ പോകുന്നുണ്ട്. അങ്ങനെ ആ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് സിയൂൺ അതുവഴി നടന്നു പോകുന്നത് കാണുന്നുണ്ട്. ആ സമയം സിയൂണിൻ്റെ അടുത്ത് നിൻ്റെ ഫോൺ കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ എന്തോ സിയൂണിൻ്റെ ഫോൺ എടുത്തതിൽ കുറ്റബോധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സിയൂൺ സ്കൂളിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും അവൻ സിയൂണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഞാൻ ലീഡറായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും നിൻ്റെ ഫോൺ കളഞ്ഞു പോയി, അപ്പോൾ അതിൽ എനിക്കും തെറ്റുണ്ട്, ഞാനും ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഒരു കാര്യം ചെയ്യാൻ നീ പുതിയ ഫോൺ വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാനും കുറച്ച് പൈസ തരാമെന്ന് പറയുന്നുണ്ട്. ആ സമയം സിയൂണാണെങ്കിൽ നീ എന്താണ് ചെയ്തതെന്നും നീ എന്തിനാണ് ഇപ്പോൾ ഇതിങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം, പക്ഷേ നീ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല, നീ ഇങ്ങനെ പറയുന്നത് നീ ചെയ്തതിൽ നിനക്ക് കുറ്റബോധം തോന്നാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം, നീയാണെങ്കിൽ ശരിക്കും ഒരു പേടിത്തൊണ്ടനാണെന്ന് പറഞ്ഞിട്ട് സിയൂൺ അവിടെ നടന്നു പോകുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് അവൻ ഫോണിപ്പോൾ പോയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ അവൻ്റെ അമ്മയുടെ കൂടെ ഒരു പുതിയ ഫോൺ വാങ്ങാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് അവരുടെ തിരിച്ചു വരുന്ന സമയത്ത് അമ്മയാണെങ്കിൽ സിയൂണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് പുതിയ ഫോൺ കിട്ടാനായിട്ട് നീ മനഃപൂർവ്വം നിൻ്റെ പഴയ ഫോൺ കൊണ്ട് കളഞ്ഞത് വല്ലതും ആണോ, എന്തായാലും കൊള്ളാം, കാരണം നീയുമായിട്ട് എനിക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, പിന്നെ ഈ ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ട് നീ എബ്രോഡ് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ നീ ആണെങ്കിൽ അവിടെ അങ്ങ് സെറ്റിലാവുകയും ചെയ്യും, എല്ലാം ഓക്കെ ആയിട്ട് നല്ല സ്മൂത്തായിട്ട് പോവുകയും ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. അവനിതെല്ലാം കേൾക്കുന്നതല്ലാതെ ഒരു മറുപടിയൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല.
പിന്നീട് ഈവനിങ് ആകുമ്പോഴത്തേക്കും സിയൂൺ പഠിക്കാനായിട്ടിരിക്കുന്നുണ്ട്. ആ സമയം തന്നെ അവന് രാത്രി ഉറക്കം കിട്ടാത്തതുകൊണ്ട് അവൻ ആ ഡോക്ടർ കൊടുക്കുന്ന ആ ഒരു ഉറക്ക ഗുളികയിൽ ഒരെണ്ണം എടുത്ത് അവൻ കഴിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ സുഹോവിനെ മീറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് സുഹോവിനെ കാണാൻ പോകാറുണ്ട്. എന്നാൽ ഒരുപക്ഷെ സുഹോ അങ്ങനെ ബെഡിൽ കിടക്കുന്നത് കാണാൻ പറ്റാത്തത് കൊണ്ടാവാം അവൻ ആ റൂമിൻ്റെ അത് കയറാറില്ല. ആ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള ബെഞ്ചിൽ എപ്പോഴും ഇരിക്കാറുള്ളൂ. അവിടെ ഇരുന്നിട്ട് അവൻ്റെ ലൈഫിൽ ഡെയിലി നടക്കുന്ന സംഭവങ്ങൾ സുഹോയുടെ വാട്സപ്പിലേക്ക് ടൈപ്പ് ചെയ്ത് വലിയ ലോങ് മെസ്സേജായിട്ട് ഇങ്ങനെ അയക്കുമായിരുന്നു. ഇന്നും അതേപോലെ തന്നെ ചെയ്യുന്നുണ്ട്. അവനങ്ങനെ അവിടെ പുറത്തിരുന്ന് മെസ്സേജ് അയക്കുകയാണ്. അതായത് തൻ്റെ ഫോണിങ്ങനെ നഷ്ടപ്പെട്ട കാര്യവും അതിനെക്കുറിച്ചകത്ത് കുറ്റബോധം തോന്നിയിട്ട് തൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് ജുന്നു വന്നപ്പോൾ ജുന്നുവിനെ നീ ഒരു പേടിത്തൊണ്ടനാണെന്ന് വിളിച്ചെന്നും എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും തന്നെ മെസ്സേജ് പോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് സുഹോയുടെ ഫോണിലേക്ക് അയക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം സിയൂണാണെങ്കിൽ ക്ലാസ്സിലേക്ക് വരുന്നതാണ്. അങ്ങനെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് ഹ്യോമാനും ജുന്നും പിന്നെ ഹ്യോമാൻ്റെ പുറകെ നടക്കുന്ന കുറച്ച് എണ്ണവും കൂടെ ആയിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഹ്യോമാനാണെങ്കിൽ ജുന്നിനെ പിടിച്ച് വെച്ചിട്ട് അവൻ്റെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്യാൻ കണക്കിന് തന്നെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ജുന്നിനാണെങ്കിൽ എതിർക്കാൻ പറ്റുന്നില്ല. ഇത് കാണുമ്പോഴത്തേക്കും സിയൂണങ്ങ് വല്ലാണ്ട് ദേഷ്യം വരുന്നുണ്ട്. അവനാണെങ്കിൽ അവൻ്റെ പേന ഉപയോഗിച്ച് ഇവന്മാരെല്ലാത്തിനും അങ്ങ് കുത്തുന്നത് ഇമാജിൻ ചെയ്യുന്നുണ്ട്. ഇമാജിൻ ചെയ്യുന്ന സമയത്ത് സിയൂണാണെങ്കിൽ ഹ്യോമാനെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധിക്കുമ്പോൾ ഹ്യോമാനാണെങ്കിൽ നീ ഇങ്ങനെ നോക്കല്ലേ, എനിക്ക് കണ്ടിട്ട് പേടിയാവുന്നു, ഇന്നാ കയറിപ്പോവും, ഞാൻ വഴിമാറി തന്നില്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് സിയൂണാണെങ്കിൽ നേരെ ക്ലാസ്സിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് സിയൂൺ ക്ലാസ്സിൽ നിന്ന് ഉറങ്ങുന്ന സമയത്ത് ജുൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എല്ലാവർക്കും ഡ്രിങ്ക്സ് സപ്ലൈ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ എല്ലാവർക്കും കൊടുക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ സിയൂണിന് ഒരു ഡ്രിങ്ക്സും ഒരു സ്നാക്സും വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും സിയൂൺ എഴുന്നേറ്റിട്ട് അവനിങ്ങനെ നോക്കുമ്പോഴത്തേക്കും ജുന്ന് സോറി ഞാൻ സൗണ്ട് ഉണ്ടാക്കാതെ വെക്കാൻ നിന്നതാ, നീ എഴുന്നേക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായിട്ട് തുടങ്ങുന്നുണ്ട്. ആ സമയം സിയൂൺ ഇതെന്തിനാ എനിക്ക് തന്നത് എന്ന് ചോദിക്കുമ്പോൾ ജുന്നാണെങ്കിൽ അത് പിന്നെ നീ ലഞ്ച് ബ്രേക്കിനൊന്നും കഴിച്ചില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിനക്ക് കൊണ്ടുവന്നതാ, പിന്നെ ഐ എം സോറി, ആക്ച്വലി നിൻ്റെ ഫോൺ എടുത്ത് ഹ്യോമാന് കൊടുത്ത ഞാനാ, സോറി, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വേറെ അറിയത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. സിയൂണപ്പോൾ എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങുന്നതും ജുന്നാണെങ്കിൽ നീ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ശരിക്കൊരു പേടിത്തൊണ്ടനാണെന്ന്, ഞാൻ അതിനെക്കുറിച്ച് കുറേ ആലോചിച്ചു, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം സിയൂൺ അതിനെ എൻ്റെ അടുത്ത് ചോദിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്ന സമയം എനിക്ക് ചോദിക്കാനായിട്ട് വേറെ ആരും ഇല്ലയെന്ന് പറയുന്നുണ്ട് ജുന്ന്. ആ സമയം സിയൂൺ ആലോചിച്ചിട്ട് നിനക്ക് ന്യൂട്ടൻ്റെ തേർഡ് ലോ അറിയാമോ, ഒരു ആക്ഷൻ ഇല്ലാതെ ഒരിക്കലും ഒരു റിയാക്ഷൻ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് ജുൻ തിരിച്ച് ബസ്സിൽ വീട്ടിൽ പോകുന്ന സമയം ആ ഒരു ന്യൂട്ടൻ്റെ തേർഡ് ലോ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. ആ ടൈമിൽ തന്നെ ഹ്യോമാനെയും അവൻ്റെ ഫ്രണ്ട്സിനെയും കാണിക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഏതൊക്കെയോ പെമ്പിളുകളുടെ കൂടെ ഒരു ക്ലബ്ബിൽ ഇരിക്കുകയാണ്. ആ സമയം ഹ്യോമാൻ്റെ ഫ്രണ്ടാണെങ്കിൽ ജുന്നിനെ കോൾ ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലബ്ബിൽ അവർ ഡ്രിങ്ക് ചെയ്ത് പാർട്ടി നടത്തിയതിൻ്റെയൊക്കെ പൈസ അടയ്ക്കാനായിട്ട്. എന്നാൽ ജുന്ന് കോൾ എടുക്കുന്നില്ല, കാരണം സിയൂണുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവനാണെങ്കിൽ ഇനി ഇവർ പറയുന്നതൊന്നും മനസ്സിലാക്കത്തില്ല എന്നുള്ളൊരു ലെവലിലായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ ഇവൻ കോൾ എടുക്കാത്തതുകൊണ്ട് തന്നെ ആ ഒരു പയ്യൻ പറയുന്നുണ്ട് ഇനി ആര് പൈസ കൊടുക്കുമെന്ന്. ആ സമയം ഹ്യോമാനാണെങ്കിൽ ഞാൻ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കുറേ പൈസയൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ഹ്യോമാൻ ജസ്റ്റ് പുറത്തേക്ക് പോവാണ്. ആ സമയം ഹ്യോമാൻ്റെ കൂടെ ഇരുന്ന പെങ്കൊച്ച് അവൻ എങ്ങോട്ടാണ് പോയെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഹ്യോമാൻ്റെ ഫ്രണ്ട് അത് പിന്നെ ഞങ്ങളെല്ലാവരും യൂണിയനിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, അതിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം സിയൂണിനെ കാണിക്കുമ്പോൾ അവൻ ഇങ്ങനെ വീട്ടിൽ പോകുന്ന സമയത്ത് ഒരു ഗെയിമിംഗ് സെൻറ്ററിൻ്റെ മുന്നിൽ കുറേ പയ്യന്മാരിയ്ക്കുന്ന കാണിക്കുന്നുണ്ട്. അതിൽ എല്ലാം ഓരോരോ സ്കൂളിലൊക്കെ ഉള്ളതാണ്, ചിലത് സ്കൂളിലുള്ളതല്ല. ഇതെല്ലാം തന്നെ യൂണിയനിലുള്ള പയ്യന്മാരാണ്. കുറച്ച് പേര് യൂണിയനിൽ ഇനി ജോയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്ന പയ്യന്മാരാണ്. ആ സമയം അങ്ങോട്ടേക്ക് തന്നെയായിരുന്നു ഹ്യോമാൻ വന്നത്. ഹ്യോമാനാണെങ്കിൽ അങ്ങോട്ടേക്ക് നിന്നിട്ട് അവിടെ ഇരുന്ന് പയ്യന്മാരെടുത്ത് സോങ് ജെ അകത്തുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ഹ്യോമാനാണെങ്കിൽ സോങ് ജേനെ കാണാനായിട്ട് പോകുന്നുണ്ട്. ഇതെല്ലാം തന്നെ സിയൂൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഹ്യോമാൻ നേരെ അകത്തേക്ക് പോകുമ്പോഴത്തേക്കും സോങ് ജെ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോങ് ജേനെ കാണാനായിട്ട് 2-3 പയ്യന്മാരപ്പോൾ വന്നിട്ട് പോകുന്നേ ഉള്ളൂ. ആ സമയം ഹ്യോമാൻ നോക്കുമ്പോൾ ആ പയ്യന്മാർ കൊണ്ടുവന്നേക്കുന്നത് നിറയെ കവറുകൾ നിറച്ച് കുറേ ഇഷ്ടംപോലെ മൊബൈൽ ഫോൺസ് ആയിരുന്നു. ആ സമയം ഹ്യോമാൻ ആയിരിക്കുന്നത് ഇത്രയും ഫോണോ എന്ന്. ഹ്യോമാനും ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൻ്റെ സ്കൂളിലുള്ള പയ്യന്മാരുടെ ഫോണെല്ലാം തന്നെ ജുന്നിനെ കൊണ്ട് ഇങ്ങനെ എടുപ്പിക്കുന്നത്. അങ്ങനെ ഹ്യോമാൻ വന്നിട്ട് സോങ് ജെയോട് പറയുന്നുണ്ട് അത് പിന്നെ എനിക്കാണെങ്കിൽ ഈ ഫോണ് ഇഷ്ടം പോലെ ഒന്നും കിട്ടിയില്ല, എനിക്കൊരാഴ്ചയും കൂടെ സമയം വേണമെങ്കിൽ 100 ഫോൺ എന്തായാലും കൊണ്ട് തന്നേക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സോങ് ജെ ഓക്കെ ഒരാഴ്ചയും കൂടെ സമയം തരാം, അതിനുള്ളിൽ എനിക്ക് 100 ഫോൺ നീ ഏൽപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഹ്യോമാൻ ഓക്കെ എന്ന് പറയാണ്. ഇതേ സമയം ഇങ്ങനെ ഇവരെ സംസാരം കേട്ടിട്ട് അപ്പുറത്തെ സൈഡിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ, അയാളാണെങ്കിൽ ഇവരെ സംസാരം കേട്ടതുകൊണ്ട് തന്നെ ഇവന്മാരൊക്കെ ഭയങ്കര ആൾക്കാരാണെന്ന് വിചാരം, ഗ്യാങ്സ്റ്റർ കളിക്കാൻ നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് സോങ് ജെ എഴുന്നേറ്റ് നിന്നിട്ട് അയാളുടെ തല പിടിച്ച് അവിടെ ബെഞ്ചിൽ തന്നെ അടിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ തിരിച്ച് ഒന്നും സംഭവിക്കാത്ത പോലെ സീറ്റിൽ ചെന്നിരിക്കുന്നുണ്ട്. പേടിച്ചിട്ട് ഹ്യോമാനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവാണ്. ഈ ഹ്യോമാനൊക്കെ ഇങ്ങനെ ചെയ്യാൻ കാരണം ഇവരൊക്കെ ഈ യൂണിയനിൽ വന്നു കഴിക്കാം ഭയങ്കര വലിയ ആൾക്കാരും, അതായത് ഈ യൂണിയനിലുള്ളവന്മാരെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പല പല സ്കൂളിലുള്ളതാണ്.
ഇതിൽ 2 ലീഡേഴ്സാണുള്ളത് മെയിനായിട്ട്. അതിലൊരു ലീഡറാണ് സോങ്ജെ. അതുകൊണ്ടാണ് ഇപ്പോൾ സോങ്ജെനെ കണ്ടിട്ട് ഹ്യോമൻ വന്നേക്കുന്നത്. നമ്മുടെ ഹ്യോമൻ പഠിക്കുന്ന അവൻ്റെ സ്കൂള്, അതായത് നമ്മുടെ സിയൂണിൻ്റെ സ്കൂള്, ആ സ്കൂള് ഇതുവരെയായിട്ട് യൂണിയൻ്റെ ഒരു ഭാഗമായിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗമാക്കാനാണ് അവൻ ശ്രമിക്കുന്നത്. എന്നാൽ അത് തടയാനായിട്ട് അവരുടെ സ്കൂളിൽ തന്നെ ബാക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു പയ്യനുണ്ട്. ഇപ്പോൾ ബാക്കു സ്കൂളിലില്ല. ബാക്കു ഇല്ലാത്ത ടൈമിനാണ് ഹ്യോമൻ ഇമാതിരി പരിപാടിയൊക്കെ കാണിക്കുന്നത്. കാരണം ബാക്കു വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അവൻ തടുക്കും. പിന്നെ ബാക്കു ഹ്യോമനെക്കാട്ടിലും കുറച്ച് സ്ട്രോങ് ആണ്. അതുകൊണ്ട് തന്നെ സോങ്ജിയുടെ അടുത്ത് സംസാരിക്കുന്ന ടൈമിനായാലും ഹ്യോമൻ പറയുന്നുണ്ടായിരുന്നു ബാക്കു ഇപ്പോൾ ഇവിടെ ഇല്ല, അവൻ വരുന്നതിന് മുമ്പേ അവൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമാക്കണമെന്നൊക്കെ. അടുത്ത് ജുന്നിനെ കാണിക്കുമ്പോൾ ജുന്നിപ്പോൾ ഇവന്മാരുടെ ആരുടെയും കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവന്മാർ മെസ്സേജ് അയച്ചിട്ട് അടുത്ത ദിവസം നീ സ്കൂളിൽ ശരിയാക്കി തരാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം ജുന്നാണെങ്കിൽ വീട്ടിൽ പോകാതെ ബസ് സ്റ്റാൻഡിൽ ഇരിക്കുമായിരുന്നു. അവനിങ്ങനെ പെട്ടെന്ന് എന്തോ ആലോചിച്ചിട്ട് നേരെ സ്കൂളിലേക്ക് തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് അവിടെയുള്ള റൂമൊക്കെ തുറന്നിട്ട് അവിടെ ഹ്യോമാനും അവൻ്റെ ഫ്രണ്ട്സും എപ്പോഴും ഇരിക്കുന്ന റൂമുണ്ട്. ആ റൂമിൻ്റെ അകത്താണ് ജുന്ന് ഹ്യോമാന് വേണ്ടി കളക്ട് ചെയ്ത് കൊടുത്ത ഫോണെല്ലാം ഇരിക്കുന്നത്. ആ ഫോണെല്ലാം അവൻ തിരിച്ചെടുക്കുന്നുണ്ട്. എടുത്തിട്ട് അത് ആരെയൊക്കെയാണോ അവരുടെ എല്ലാ സീറ്റിൽ തന്നെ ഇവൻ കൊണ്ടുവയ്ക്കുന്നുണ്ട്. സീറ്റ് എന്ന് പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ഡെസ്ക്കാണ്. ഈ ഡെസ്കിൻ്റെ അടിയിൽ ബുക്കൊക്കെ വയ്ക്കാനായിട്ട് ചെറിയൊരു ഭാഗമുണ്ട്. അതിൻ്റെ അകത്തായിട്ട് വെച്ചിട്ട് ഒരു സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങളുടെ ഫോൺ എടുത്തതിന് ഐ എം സോറി, ഞാൻ നിങ്ങളുടെ ഫോൺ തിരിച്ചു കൊണ്ട് വച്ചിട്ടുണ്ടെന്ന്. ജുന്ന് അങ്ങനെ ആരുടെയൊക്കെ ഫോണാണ് തിരിച്ചു വയ്ക്കുന്നത് അവിടെ എല്ലാം തന്നെ സ്റ്റിക്കി നോട്ടിൽ എഴുതി വെക്കുന്നുണ്ട്. സിയൂണിൻ്റെ ഫോൺ തിരിച്ചു വയ്ക്കുമ്പോഴും ഇങ്ങനെ സ്റ്റിക്കി നോട്ട് എഴുതി വെക്കുന്നുണ്ട്. പിറ്റേ ദിവസം സ്കൂളിൽ വരുമ്പോഴത്തേക്കും എല്ലാവരും ഇത് അറിയുന്നുണ്ട്, ജുന്നാണ് ചെയ്തതെന്ന് പറയാം. ഹ്യോമ വന്ന് നോക്കുമ്പോഴായാലും അവിടെ മൊബൈൽ ഫോണൊന്നുമില്ല. അവനായാലും ദേഷ്യം വരുന്നുണ്ട്. കാരണം യൂണിയനിൽ ജോയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും ചെയ്യുന്നത്. എന്നാൽ ഫോണെല്ലാം ഇപ്പോൾ ജുന്ന് തിരിച്ചു കൊടുത്തെന്ന് അറിയുമ്പോൾ ഹ്യോമാന് നല്ല ദേഷ്യം വരുന്നുണ്ട്. ഇതേസമയം സ്കൂളിലേക്ക് വരുന്ന സിയൂണും ഇങ്ങനെ പയ്യന്മാരൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. പിന്നീട് സീറ്റിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഈ ഒരു സ്റ്റിക്കി നോട്ട് കണ്ടിട്ട് അവൻ നോക്കുമ്പോഴാണ് അവൻ്റെ ഫോണും തിരിച്ചു കിട്ടിയത് അറിയുന്നത്. ആ സമയം ജുന്നിനെ നോക്കുമ്പോൾ ജുന്നവിടെ സീറ്റിൽ തന്നെ ഇരിക്കുമായിരുന്നു. ആ സമയം തന്നെ കറക്റ്റാണ് ഹ്യോമൻ കയറി വന്നിട്ട് ജുന്ന് എവിടെ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം അവിടെ ഇരിക്കുന്ന പയ്യന്മാർ ജുന്നിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ജുന്നിനറിയാം ഹ്യോമൻ തന്നെ അടിക്കാനായിട്ട് പോവുകയാണെന്ന്. അതുകൊണ്ട് തന്നെ ജുന്ന് ഓൾറെഡി ഒരു പാൻ കേക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. സംഭവം അടിക്കുന്ന സമയത്ത് അവൻ്റെ പല്ലിന് ഇടിയിട്ടാതിരിക്കാനും അവന് അങ്ങനെ മുറിവൊന്നും പറ്റാതിരിക്കാനും ഒരു മൗത്ത് ഗാർഡായിട്ട് ഉപയോഗിക്കുകയാണെന്ന് പറയാം. അവനങ്ങനെ ആ പാൻ കേക്ക് എടുത്ത് അവൻ്റെ വായിലേക്ക് വെക്കുന്നുണ്ട്. എന്നിട്ട് ഹ്യോമാനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ അവൻ തയ്യാറാവുന്നുണ്ട്. ഹ്യോമാൻ വരുന്നുണ്ട്, ഇവനെ അടിച്ചിടുന്നുണ്ട്. ആദ്യമൊക്കെ തടയുന്നുണ്ട്, ഇവന് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ അവൻ തടയാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് പറ്റുന്നില്ല. ഹ്യോമാനാണെങ്കിൽ നീ നന്നായിട്ട് തടയുന്നുണ്ടല്ലോ, എനിക്ക് ഇനിയും തടഞ്ഞു കാണിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നല്ലതുപോലെ ഇവനിട്ട് അടിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പാൻ കേക്ക് വായിലേക്ക് വെച്ചിരിക്കുന്നതെല്ലാം തിരിച്ച് തുപ്പുന്നുണ്ട്. കാരണം അവൻ്റെ വായിൽ ബ്ലഡൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം കണ്ടുകൊണ്ട് സിയൂൺ ഇരിക്കുന്ന സമയത്ത് സുഹോയ്ക്ക് അപകടം പറ്റുന്നതും ആ ഒരു സംഭവം സുഹോ കോമയിലായതും ഇതൊക്കെ പെട്ടെന്ന് ഇവൻ്റെ മനസ്സിലിങ്ങി വരികയാണ്. അതൊക്കെ വരുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇവന് ഭയങ്കര ദേഷ്യം വരികയാണ്. അങ്ങനെ ദേഷ്യം വന്നിട്ട് ഇവന് ഇരിക്കുന്ന സമയത്താണ് ഹ്യോമാൻ ഒരു കസേര എടുത്തിട്ട് ഇങ്ങനെ ജുന്നിനെ അടിക്കാനായിട്ട് പോകുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ സിയൂൺ അതിൻ്റെ ഇടയിലേക്ക് കയറിയിട്ട് ആ കസേര ചവിട്ടി മാറ്റിയിട്ട് നീ ഭയങ്കര ബഹളമാണ്, മര്യാദയ്ക്കിരിക്കണം, വെറുതെ അതിര് കടന്ന് പെരുമാറാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഫസ്റ്റ് എപ്പിസോഡോടെ എൻഡ് ആവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.